വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ്. ഏറെ കേട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി വളരെയേറെ പ്രാരാബ്ധങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയുമാണ്. എനിക്ക് ഏറെ സ്നേഹമുള്ള ഈ പെൺകുട്ടി എക്സാം പാസ്സാകുന്ന കാര്യത്തിൽ, ഇന്ത്യക്ക് വെളിയിൽ ഒരു ജോലി കിട്ടി പോകുന്ന കാര്യത്തിലൊക്കെ എന്നും എന്ന പോലെ ഓരോ കാര്യങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആത്മാർത്ഥതയോടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ നല്ല ഒരു ജോലിയിൽ അധികം കഷ്ടപ്പെടാതെ ദൈവം ആ കുട്ടിക്ക് പ്ലേസ്മെൻറ്റ് ചെയ്തു കൊടുത്തു. അതിനുശേഷം ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, നല്ലൊരു ജീവിത പങ്കാളിയും കൂടെ ഈ കുട്ടിക്ക് കൊടുക്കണമേ. ഇത്രയും നാളും അനുഭവിച്ച വിഷമങ്ങൾക്കൊക്കെ പരിഹാരമാവുന്ന രീതിയിൽ നല്ല ദൈവഭക്തിയും കരുതലുമുള്ള ഒരു ഭർത്താവിനെ ദൈവഹിതപ്രകാരം ഈ കുട്ടിക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടുകാർ വലിയ താല്പര്യമൊന്നും ഈ കുട്ടിയുടെ കാര്യത്തിൽ എടുക്കാറില്ല എന്ന കാരണം കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പെൺകുട്ടി എന്നെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. ഏറെക്കാലം പെൺകുട്ടി എന്നോട് പ്രാർത്ഥന ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് മാഡം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്പർ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. ഈ കുട്ടിയുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറേ നാളുകൾക്ക് ശേഷം ഇല്ലാതായി. ഞാനും വിചാരിച്ചു തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടാവും, എന്തായാലും നല്ലൊരു പ്ലേസ്മെൻ്റ് ആയല്ലോ, ഇനി തീർച്ചയായും നല്ലൊരു കല്യാണ ആലോചന വരണം. അപ്പോൾ അവസാനം 1-2 പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു, ഒരു ആൻറ്റി, അതായത് ഈ കുട്ടിയുടെ അപ്പൻ്റെ പെങ്ങൾ കൂടുതലായിട്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ അല്പം കൂടെ ഉത്തരവാദിത്വം എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റി കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എങ്കിലും മാഡം പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും. അപ്പം എൻ്റെ നിരന്തരമായിട്ടുള്ള ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഈ കുട്ടിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ പിന്നെ തിരക്കുകൾക്കിടയിൽപ്പെട്ട് ഞാനും ഇത് പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. എനിക്കൊരു 3 ആഴ്ച മുമ്പ് ഈ പെൺകുട്ടിയുടെ ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ദൈവമേ, ഏകദേശം 1 വർഷത്തോളം ആയി കഴിഞ്ഞിരുന്നു, വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഈ കുട്ടിക്കൊരു വിവാഹം ശരിയായില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഈ കുട്ടി എന്നോട് ഫോണിൽ പറയാണ്, മാഡം സോറി, കുറേ അധികം നാളായി മാഡത്തെ വിളിക്കാൻ പറ്റിയില്ല, ജോലി തിരക്കുകളൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിൽ വേറൊരു നാട്ടിൽ പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. കുട്ടി അതിനൊപ്പം ഒരു ഹയർ സ്റ്റഡീസ് ചെയ്യുന്നും കൂടെ ഉണ്ടായിരുന്നു. അതും എൻ്റെ അടുക്കൽ പറഞ്ഞായിരുന്നു. ഈ കുട്ടി പെട്ടെന്ന് എൻ്റെ അടുക്കൽ പറയുകയാണ്, മാഡം, ഞാനിപ്പോൾ 2 മാസം പ്രഗ്നൻ്റ് ആണ്. എൻ്റെ കുട്ടിക്ക് ഒരു ജന്മനാ ഉള്ള ഒരു വൈകല്യം സ്കാനിങ്ങിൽ ഏകദേശം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഒട്ടും ഉറപ്പാക്കിയിട്ടില്ല, ചെറിയൊരു സംശയം മാത്രമേ ഉള്ളൂ. അപ്പോൾ
ഒരു 3 മാസത്തോളം അല്ലെങ്കിൽ 6 മാസം ആകുമ്പോഴാണ് അടുത്ത ഒരു സ്കാൻ ചെയ്യുന്നത്. അതിൽ മാഡം ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാഡം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പെട്ടെന്ന് ചോദിച്ചു, അപ്പോൾ കല്യാണം കഴിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അയ്യോ മാഡം പറയാൻ വിട്ടുപോയി, കല്യാണം കഴിഞ്ഞ വർഷം നടന്നായിരുന്നു, കൊറോണ കാലഘട്ടമായിരുന്നു. അപ്പം നാട്ടിലൊന്ന് വന്ന് കല്യാണം കഴിച്ച് അപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും തിരിച്ചുപോയി. ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നല്ലത് തന്നെ. പക്ഷെ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു ഫോൺ കോളിൽ ഇങ്ങനെ കല്യാണം ഫിക്സ് ആയി എന്ന് പറയാനുള്ള ഒരു മര്യാദ കാണിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. നാം പലപ്പോഴും ഇങ്ങനെയല്ലേ, ഞാനടക്കം. നന്ദി പറയാൻ നാം എത്ര ശ്രമിക്കാറുണ്ട് എന്നൊരു ആത്മപരിശോധന നടത്താനുള്ളൊരവസരമായി ഇത് മാറണം. തീർച്ചയായും ദൈവമാണ് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടെ മാനുഷികമായും ദൈവികമായും ഒക്കെ ചിന്തിക്കുമ്പോൾ നാം ഏറെ നന്ദി ഉള്ളവരായിരിക്കേണ്ടതാണ്. നാം ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നതുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ലൗകികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒരു കാര്യം നടന്നു കിട്ടിക്കഴിയുമ്പോൾ അടുത്ത കാര്യമാകും, അത് കഴിയുമ്പോൾ അടുത്ത കാര്യമാകും, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവം അത്ഭുതകരമായ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഏറെ സന്തോഷിക്കാറുണ്ട്. പക്ഷെ പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരനുഗ്രഹം കിട്ടിയതിന് ശേഷം അതൊക്കെ അതങ്ങനെ വന്നു ഇങ്ങനെ വന്നു, അതുവരെ ദൈവം തന്നു എന്ന് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നവർക്ക് അത് സ്വന്തം കഴിവാൽ നേടിയെടുത്തു എന്നുള്ള ഒരു ചിന്ത വരുന്നത് ആത്മീയമായ ഏതാനും വചനങ്ങളിലൂടെ നാം കടന്നുപോയി ഒന്ന് ചിന്തിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ സ്വഭാവ രീതികളെക്കുറിച്ചും നമ്മുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചും ഒക്കെ അതിലേക്ക് ഒരു വെളിച്ചം വീശുന്ന ഒന്നായി ഈ വചന ശുശ്രൂഷ മാറട്ടെ എന്ന് നാം ആഗ്രഹിക്കാം. സർവോപരി നമ്മളിവിടെ നിൽക്കുന്നതിനും ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും എല്ലാത്തിനും ദൈവത്തോട് എന്തുമാത്രം നന്ദിയുള്ളവരായിരിക്കണമെന്നും നമ്മളുടെ പ്രാർത്ഥന, സഹായ റിക്വസ്റ്റുകൾ ഇതെല്ലാം ആത്യന്തികമായി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും നാം ചിന്തിക്കാൻ പോവുകയാണ്. നാം ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതൽ 19 വരെ വചനങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അതിൻ്റെ തലക്കെട്ട് തന്നെ 10 കുഷ്ഠരോഗികൾ എന്നതാണ്. നമ്മൾക്ക് ആ പാഠഭാഗത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, നിശബ്ദരായല്ല, സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. കനിയണമേ, കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അറിയാം, അർഹതയില്ലെങ്കിലും ഞങ്ങൾക്കൊരു അനുഗ്രഹം തരണമേ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്വരം ഉയർന്നു തന്നെ ഇരുന്നു, കാരണം അതൊരാവശ്യമായിരുന്നു. നമ്മൾക്കറിയാം, അന്നത്തെ കാലത്ത് കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരുന്ന ഒരു കൂട്ടം രോഗികളായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അനുഭവിക്കേണ്ടി വന്നിരുന്ന ആ ഗ്രൂപ്പ് ആൾക്കാർ ഇതെങ്ങനെയെങ്കിലും ഈ വ്യാധി ഒന്ന് സുഖമായാൽ മാത്രം മതി എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. അതിനാലാണ് യേശു കടന്നുപോയപ്പോൾ സ്വരമുയർത്തി ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത്. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും. കർത്താവ് ഒന്നും ചെയ്തില്ല, പക്ഷെ നിങ്ങളുടെ പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുകയും എന്നാണ് പറഞ്ഞത്. അടുത്ത വചനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. പുരോഹിതന്മാരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ സുഖം പ്രാപിക്കുകയുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്. അവർ എന്ത് ചെയ്തു എന്ന് നമുക്കേറെ അറിയാം, കാരണം ഇതൊരു സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗം തന്നെയാണ്.
അവരിൽ ഒരുവൻ, അത് വിജാതീയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ദൈവത്തോട് കനിയണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ നിങ്ങൾ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് പറഞ്ഞു പോകും വഴി തന്നെ സുഖപ്പെട്ടു. ദൈവത്തിന്റെ ശക്തിയാലാണ് തങ്ങൾ സൗഖ്യം പ്രാപിച്ചത് എന്ന് മനസ്സിലാക്കി ഒരാൾ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. സ്വരമുയർത്തി അപേക്ഷിച്ചതുപോലെ തന്നെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? നമുക്കറിയാം, യേശു ആഗ്രഹിക്കുന്നു നമ്മളിലേക്ക് ഒരു അനുഗ്രഹവും ഒരു അത്ഭുതവും കടന്നു വരുമ്പോൾ തിരിച്ചു ചെന്ന് നന്ദി പറയണം എന്നത്. നാം നന്ദി പറയാനായി കടപ്പെട്ടവരാണ്. വീണ്ടും യേശു പറയുന്നു, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? നോക്കുക, കർത്താവിൻ്റെ ചോദ്യം നമ്മളുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും തട്ടണം. തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ എന്ന് ചോദിക്കുന്ന യേശുവിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ പെരുമാറ്റ രീതിയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടത്തിന് ഈ ബൈബിൾ ഭാഗം തീർച്ചയായും നമ്മെ സഹായിക്കും. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്? നമുക്കറിയാം, അത് അവിടുത്തെ അന്വേഷിക്കുന്നതിനും അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന അന്ന് ഹൃദയത്തിൽ നന്ദി പറയാറുണ്ടാവും. പക്ഷെ തിരിച്ചൊരു ദേവാലയത്തിൽ കയറി ദൈവത്തിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വലിയ വിജയങ്ങൾ നേടുമ്പോൾ, വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിലത്ത് വീണ് സാഷ്ടാംഗം പ്രണമിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണമാണ് അത് എന്ന് വചനാധിഷ്ഠിതമായി നമ്മൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് നാം നന്ദി പറയുന്നത്? സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവർക്ക് മനുഷ്യന്റെ സ്തുതി നന്ദി കൊണ്ട് എന്ത് ലഭിക്കാനാണ്? എങ്കിലും നമ്മളുടെ വിശ്വാസം നമ്മെ രക്ഷിക്കാനും നമ്മളുടെ വിശ്വാസം വർദ്ധിക്കാനും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നിത്യജീവനിലേക്ക് നമ്മെ നയിക്കാനും കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും കാരണമാകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാധു മനുഷ്യര്, പ്രത്യേകിച്ചും വിജാതീയരായ മനുഷ്യര് ഒരു അനുഗ്രഹം കിട്ടിയാൽ സാക്ഷ്യം പറയാനായിട്ട് ചെല്ലുന്നു, നേർച്ചകൾ നിറവേറ്റുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒരു ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമായി ഇത് മാറട്ടെ. നാമും പല നേർച്ചകളും നേർന്നിട്ടുണ്ടാവില്ലേ? എത്ര ആത്മാർത്ഥതയോടെ നാം ദൈവത്തിനും മനുഷ്യർക്കും കൃതജ്ഞത പറയുന്നു എന്ന് ചിന്തിക്കണം. നാം ഇന്ന് നിൽക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ മഹാകൃപയുടെ കീഴിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് തന്നെയുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിച്ചെങ്കിൽ, അഥവാ രോഗം പിടിച്ചിട്ടും നിങ്ങൾ അതിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വെളിയിൽ വന്നെങ്കിൽ നാം എന്തുമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മിടുക്കോ കഴിവോ ആണോ നമ്മെ ഇതിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഭവനം, ജോലി, കുടുംബം, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ദാനമല്ലേ? ചിന്തിക്കാനായി നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം. ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഒന്നാമതായി നമുക്കുള്ള വചനം എന്ന് പറയുന്നത് 1 ദിനവൃത്താന്തം
16-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. തീർച്ചയായും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പ്രഘോഷിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു ദിവസം മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പല ദിവസങ്ങളിലായി ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എന്തുമാത്രം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം നന്ദിയോടെ സ്തുതിക്കണം. ഒന്നും നമ്മുടെ കഴിവും നേട്ടവും അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം മനസ്സിലാക്കണം. 2-ാമത്തെ വചനം സങ്കീർത്തനങ്ങൾ 9-ാമത്തെ അധ്യായം 1-ാമത്തെ വചനമാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കും. നാം ഒരു കാര്യത്തിന്, ഒരു നിയോഗത്തിനായിട്ട് ഏറെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥന നടത്തുന്ന ആൾക്കാരുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈയിടെ വാട്സപ്പിൽ കണ്ട ഒരു സന്ദേശം ഏറെ ചിന്തോദ്ദീപകമാണ്. അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ സാധിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മറ്റനേകരുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ് താങ്കൾ ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്നത്. നാം അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര ആളുകൾ ഉണ്ടായിരിക്കും. ആ മക്കളെ എല്ലാം അനുഗ്രഹിച്ച് തിരിച്ച് നാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതല്ലേ? കുറഞ്ഞ പക്ഷം ദൈവമേ, ഈ ഒരു നിയോഗത്തിന് വേണ്ടി എനിക്കായി പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, അവരെ എല്ലാവരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്നെങ്കിലും ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൂടെ? പറ്റുമെങ്കിൽ വിജാതിയൻ ചെയ്ത പോലെ കർത്താവിൻ്റെ അടുക്കൽ ഒന്ന് തിരിച്ചു വന്ന് ഒരു സാഷ്ടാംഗ പ്രണാമം നടത്താൻ നമുക്ക് ശ്രമിച്ചുകൂടെ? പ്രാർത്ഥിക്കുന്ന സമയം പള്ളിയും പ്രാർത്ഥനകളും മാത്രമുണ്ട്. പക്ഷേ വിജയം ലഭിച്ചു കഴിയുമ്പോൾ, അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ മധുരം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കല്ലേ കൊടുക്കാനായിട്ട് നാം ശ്രമിക്കാറുള്ളത്. തീർച്ചയായിട്ടും കർത്താവ് ആഗ്രഹിക്കുന്നു ഈ ഒരു അനുഗ്രഹത്തിന് കാരണക്കാരനായ കർത്താവിൻ്റെ അടുക്കൽ നാം തിരിച്ചു ചെല്ലണമെന്നും ഒരു നന്ദി ഹൃദയത്തിൽ നിന്ന് പറയണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ? വേറൊരു വചനം നമുക്ക് നോക്കാം. സങ്കീർത്തനം 52-ാമത്തെ അധ്യായം 9-ാം തിരുവചനം: അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബവും മക്കളും ജോലിയും ഇതിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അതൊന്നും നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമല്ല. നമ്മെപ്പോലെ ജീവിക്കുന്ന എത്രയോ ആൾക്കാർക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കാതെ പോകുന്നുണ്ട്. നമ്മുടെ നേട്ടമല്ല, നമ്മുടെ കഴിവോ മഹത്വമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി കരയേറ്റേണ്ടത്? ആ അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള സർവേശ്വരന് തന്നെ, യാതൊരു സംശയവുമില്ല. അടുത്ത വചനം സങ്കീർത്തനം 50:14: കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി, അത്യുന്നതനുള്ള നിന്റെ നേർച്ചകൾ നീ നിറവേറ്റുക. നമ്മുടെ 10 മെഴുകുതിരി ഒന്നും സ്വീകരിക്കാനിരിക്കുന്ന ആളല്ല ദൈവം. സർവസമ്പത്തിൻ്റെ ഉടയവന് നമ്മളുടെ സ്തുതിയും നന്ദിയും ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കടമയാണ് ഓരോ ചെറിയ അനുഗ്രഹങ്ങൾക്കും നന്ദി കരയേറ്റുക എന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മളുടെ സഹജീവികളോടും നന്ദി പറയാൻ നമുക്ക് മടിയുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ അല്പം കൂടെ നന്ദി പറയാൻ നമുക്ക് പ്രചോദനമുള്ളതായി തീരട്ടെ. കുടുംബത്ത് പല കുടുംബാംഗങ്ങളുടെയും നമ്മൾ അറിഞ്ഞും അറിയാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നാം ഇന്ന് കുഴപ്പമൊന്നും കൂടാതെ ജീവിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ ഓർത്ത്, മക്കളെ ഓർത്ത്, സഹോദരരെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, സഹപ്രവർത്തകരെ ഓർത്ത് ഒരുപാട് നന്ദി നാം കരയേറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ നേട്ടങ്ങളൊന്നും നാം നേടിയെടുത്തതല്ല,
മറിച്ച് ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് എന്ന് ഇടയ്ക്കെങ്കിലും ചിന്തിക്കാൻ ഈ വചനഭാഗം നമ്മെ സഹായിച്ചേ മതിയാകൂ. ഇനി നന്ദി കരയറ്റാത്തവരെ പറ്റി നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും നാം നന്ദിയില്ലാത്തവരായി പെരുമാറുമ്പോൾ, ഏതാനും വചനങ്ങൾ വീണ്ടും നമ്മളെ ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തി 17-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത്. നോക്കുക, അടുത്തൊരു വചനം തോബിത്തിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. തീർച്ചയായിട്ടും നാം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കണം. ചെറിയ ഒരു ഗ്രൂപ്പിലോ കിട്ടുന്ന അവസരത്തിലോ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യണം. വേറൊരു വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം: മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല, മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. നന്ദിയിൽ നാം പുറകോട്ടാണെന്ന് കർത്താവിന് കൃത്യമായി അറിയാം. എങ്കിലും ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട് താൻ. ലൂക്ക 12:8 ഇങ്ങനെ പറയുന്നു: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. തീർച്ചയായും നമുക്ക് ദൈവത്തിൻ്റെ സഹായം ഏറ്റുപറയാനാവണം. അതിൽ യാതൊരു മോശവും വിചാരിക്കാനില്ല. അതാണ് സത്യം, അതാണ് വാസ്തവം. തീർച്ചയായും നമുക്ക് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ലഭിക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ നന്ദി കരയറ്റുന്നവരായിരിക്കും. ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മുടെ നിയോഗങ്ങളും യാചനകളും സമർപ്പിക്കുന്നതല്ല, മറിച്ച് ആയിരിക്കുന്ന അവസ്ഥ എന്തു തന്നെയാണോ അതിൽ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുന്നവരാണ്. നമ്മൾ മാനുഷികമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നാം ഒരു സഹായം ചെയ്താൽ നന്ദി പറയുന്ന ആൾക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം തീർച്ചയായിട്ടും നമ്മളിലുണ്ടാകും എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലൂടെ നാം ഇന്ന് കടന്നു പോവുകയായിരുന്നു. 10 കുഷ്ഠരോഗികളുടെ ഉപമയാണ് നാം കണ്ടത്. അതിൽ കൂടെ വലിയ ഒരു പാഠം നമ്മളിലേക്ക് വചനാധിഷ്ഠിതമായി കർത്താവ് തന്നെ വച്ചു തരികയായിരുന്നു. നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോടും സഹജീവികളോടും അല്പം കൂടെ നന്ദിയുള്ളവരായി തീരാൻ ഇന്നത്തെ ഈ സെഷൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ പറ്റിയും പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഏതെങ്കിലും അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി പറഞ്ഞിട്ടില്ല എങ്കിൽ, നേർച്ചകളൊക്കെ നേരത്തെ നടത്തി പക്ഷെ അതൊന്നും നിറവേറ്റിയിട്ടില്ല എങ്കിൽ, ഒരു നിമിഷം അതേപ്പറ്റിയെല്ലാം നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഇരിക്കാനും വചനം കേൾക്കാനും ഇടയായ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ ഒപ്പം പ്രായമുള്ളവരും നമ്മളെപ്പോലെയുള്ള പല ആൾക്കാരും ഇന്ന് ഈ ലോകത്തിലില്ല. നമ്മൾ അനുഭവിക്കുന്ന ഏറെ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുമില്ല. ദൈവം ദയ തോന്നി കൃപകൾ വർഷിച്ച നമ്മുടെ ജീവിതങ്ങൾ എന്തിനായിരുന്നു എന്ന് ചിന്തിച്ചാൽ അത് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, അതിൽ കൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും പ്രാർത്ഥനാനിരതമായൊരു ജീവിതം വഴി എല്ലാം ദൈവത്തിൻ്റെ ദാനം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയാണ്. വചനം നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ. എല്ലാം ദാനമായി ലഭിച്ചെന്നിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ അഹങ്കരിക്കുന്നത് എന്തിനാണ്? ഇന്ന് ഭക്ഷണമുണ്ടെങ്കിൽ, ഇന്ന് വസ്ത്രമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അതിനെ പ്രതി നാം നന്ദി കരയറ്റാൻ കടപ്പെട്ടവരാണെന്നുമുള്ള ചിന്തകൾ നമ്മെ നയിക്കട്ടെ. ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഈ സമയം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അല്പം കൂടെ ദൈവത്തോട് നന്ദിയുള്ളവരായി തീരാൻ ഈ വചനഭാഗം നമ്മെ
സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ നല്ല ഈശോയെ, ഈ സമയം ഞങ്ങൾ എല്ലാ ആരാധനയും പുകഴ്ചയും മഹിമയും കരയേറ്റുന്നു. ഈശോയെ, ഇന്ന് ഈ വചനഭാഗത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. ദൈവമേ, സ്വരമുയർത്തി പല സഹായത്തിനായി ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചു വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് നന്ദി പ്രകടിപ്പിക്കാൻ ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ഈശോയെ, ഈ സമയം കർത്താവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവനും ജീവിതവും അനേകം മക്കളുടെ സഹായപ്രകാരമാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. സർവോപരി കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങളും എല്ലാം അങ്ങയുടെ ദാനമാണെന്ന് മനസ്സിലാക്കി അങ്ങേക്ക് നന്ദി കരയറ്റുവാൻ തക്ക രീതിയിൽ കൂടുതൽ നന്ദിയുള്ളവരായിരിക്കാൻ കർത്താവെ, ഇന്നത്തെ വചനഭാഗം ഞങ്ങളിൽ അഭിഷേകമായി അങ്ങ് മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള എല്ലാ മക്കളെയും കർത്താവെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും ദൈവമേ, ദൈവത്തോടും മനുഷ്യരോടും നന്ദി നിറഞ്ഞ മനസ്സുമായി ജീവിക്കുന്നതിനും ഈശോയെ അങ്ങ് തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനും അങ്ങ് തന്ന ദാനമായി തന്ന സമ്പത്തും മറ്റ് സുഖ സൗകര്യങ്ങളും കർത്താവെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കൃപയാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവെ, കൂടുതൽ നന്ദി ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി തീർക്കാൻ തക്ക രീതിയിൽ അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ നന്ദി കരയറ്റുന്നു. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതങ്ങളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൃതജ്ഞതയായിരിക്കട്ടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്ന ബലി. കൂടുതൽ നന്ദിയുള്ള മനുഷ്യരായി ഞങ്ങളെ മാറ്റണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. സകല മാലാഖമാരെ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ